ഹായ് ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താരനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ഒന്നുകൂടി പറഞ്ഞതാണ്. വരണ്ട താരനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വരണ്ട താരനുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു 2-3 പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടിപ്സ് ഇടുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് തലയോട്ടിയിൽ നല്ല പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് താര. അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ള ടിപ്സാണ്. അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തലയോട്ടിയിൽ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചൂടാക്കിയ ശേഷം, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നവരത്ന ഓയിലിനെ പറ്റി അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ചൂടാക്കിയ ശേഷം അത് തലയോട്ടിൽ നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൽ ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം ആ വെള്ളം തിളയ്ക്കുന്നതിൽ ഒരു ടവൽ മുക്കിയ ശേഷം ആ ടവൽ പിഴിഞ്ഞ് അത് തലയോട്ടിയിൽ കെട്ടിവെക്കുക. തലയിൽ കെട്ടിവെക്കുക. ഒരു 20 മിനിറ്റ് കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ വേപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം തല കഴുകുക. തല കഴുകി തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെമ്പരത്തിയുടെ താളി, അതായത് ചെമ്പരത്തി ഇല ഉപയോഗിച്ച് താളി ഉണ്ടാക്കിയ ശേഷം ആ താളിയും കൂടി യൂസ് ചെയ്ത് നമ്മുടെ തലമുടിയിൽ കഴുകുക. അപ്പം നമുക്ക് എത്ര ഇനി വരണ്ട താരനാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അത് മാറി നല്ല മുടി നല്ല സ്മൂത്ത് ആവുന്നതാണ്. അപ്പോൾ പിന്നീട് താരന ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യമോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുക. താരനുള്ള സമയത്തൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് ഒരാൾ യൂസ് ചെയ്യുന്ന തന്നെ ബ്രഷും തലമുടി ചീവുന്ന ചീപ്പായാലും കോമ്പായാലും ടവലായാലും എല്ലാം ഒരെണ്ണം തന്നെ ഒരാൾ യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാവരും കൂടി യൂസ് ചെയ്യാൻ പാടില്ല. അതെല്ലായിടത്തും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരാളിൻ്റെ അടുത്ത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എണ്ണ ചേർന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നഖങ്ങൾ പൊട്ടിപ്പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. നമ്മുടെ നഖങ്ങൾ പൊട്ടിപ്പോകും. ചില കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് നഖങ്ങൾ പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയാൻ പോണത്. അതിന് ചെയ്യേണ്ടത്, ബദാം ഓയിൽ എടുക്കുക. ബദാം ഓയിലും എടുത്ത ശേഷം അതിൽ കുറച്ച് തേൻ മിക്സ് ചെയ്യുക. തേൻ മിക്സ് ചെയ്ത ശേഷം അത് കൈകളിലും ക്യൂട്ടിക്കിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നഖം പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ്. ഇനി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരും വെള്ളരിക്കയുടെ നീരും തുല്യ അളവിലെടുത്ത ശേഷം ഒരു കോട്ടണിൽ മുക്കി രാത്രി കിടക്കുന്നതിന് മുന്നേ കണ്ണിൽ ചുറ്റും പുരട്ടിയ ശേഷം കിടക്കുക. അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറുന്നതായിരിക്കും. അപ്പം നാളെ ഞാൻ പുതിയൊരു ടിപ്സുമായിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ.